ഇന്നലെ ഇച്ചിരി ക്ഷീണമായിരുന്നു. ഇന്ന് ഞാൻ കുറച്ച് ഉഷാറിലാണ് കേട്ടോ. അപ്പോൾ അതാ വേഗം തന്നെ രാവിലെ എഴുന്നേറ്റു. പിന്നെ എന്തൊക്കെയാണെങ്കിലും രാവിലെ തന്നെ ഞാൻ ജനൽ തുറക്കില്ല, എനിക്ക് പേടിയാണ് ഇരുട്ടത്ത് ജനൽ തുറന്ന് നിൽക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു ഇച്ചിരി വെട്ടം വെച്ച ശേഷം മാത്രമേ തുറക്കത്തുള്ളൂ. ആദ്യം ഞാൻ എന്താ ചോറ് ഇച്ചിരി ഉണ്ടായത് വേവിക്കാൻ വെച്ചു. പിന്നെ പയറ് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അത് വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചു. അത്യാവശ്യം വേണ്ടുന്ന ചട്ടിയും കലങ്ങളൊക്കെ പുറത്ത് വെക്കും കേട്ടോ, അല്ലെങ്കിൽ അപ്പോൾ കുനിഞ്ഞെടുക്കണ്ടേ. ഇപ്പോൾ കുനിഞ്ഞെടുത്തത് അരിയാണ് കേട്ടോ. ഉച്ചക്കത്തേക്ക് നമുക്ക് കുട്ടികൾക്ക് കൊടുത്തുവിടാൻ നല്ല ഇപ്പോൾ വേവിച്ച ചോറാണ് കൊടുത്തുവിടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചോറ് വേവിക്കാൻ വേണ്ടി അരി എടുത്തതാണ്, കുതിർത്തി അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുട്ടിൻ്റെ പൊടി ഞാൻ നനച്ച് അവിടെ വെച്ചിട്ടുണ്ട്. പയറൊക്കെ അവിടെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് മറ്റേ ആദ്യത്തെ ചോറ് തിളച്ചു, അത് ഞാൻ അടച്ചു. ഇപ്പോൾ ഉച്ചക്കത്തേക്ക് എടുക്കാനുള്ള ചോറ് അരി ഞാൻ കഴുകി കുരിശ് വരച്ച് അടപ്പിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അടപ്പിലേക്ക് ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിക്കലത്തിലേക്ക് ഇടാന്നാണ് കേട്ടോ. പിന്നെ ഇത്തിരി വെട്ടം വെച്ചപ്പോൾ ജനലൊക്കെ തുറന്നു. ഇന്ന് രാവിലെ പുട്ടാണ്. പഴം എൻ്റെ അമ്മയുടെ മൂത്ത ആങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ചെറുപയറല്ലടാ, വൻപയറും കായും കൂടി ഉലത്തിയതും തക്കാളി വരട്ടിയതുമാണ് കേട്ടോ. അപ്പോൾ ജോക്കുട്ടിന് പുട്ടും പഴവുമാണ്. അന്നക്കുട്ടിക്ക് ആ പയറ് കറിയും കൂട്ടി